പണ്ട് 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 ഒരു ഗ്രാമത്തിൽ ജാക്ക എന്നു പേരുള്ള അനാഥനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഗ്രാമത്തിൽ നദീതീരത്തുള്ള വളരെ മനോഹരമായൊരു വീട്ടിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു ജാക്ക കഴിഞ്ഞിരുന്നത്. അവനൊന്നിനോടും പരാതിയില്ല. അവൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു പോയി കൃഷിപ്പണിയൊക്കെ ചെയ്യും, മറ്റുള്ളവരെ സഹായിക്കും. അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കും. അവൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ അവന് കുറച്ച് മരുന്നുകൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഗ്രാമത്തിൽ മറ്റാർക്കും അറിഞ്ഞുകൂടാത്ത ചില മരുന്നുകൾ. ആ മരുന്നുകൾ കൂട്ടുന്നത് എങ്ങനെ, അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്നൊക്കെ അമ്മ ജാക്കയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഈ മരുന്നുകൾ ഇടിച്ച് പരുവപ്പെടുത്താൻ പറ്റിയ ചെറിയ കല്ലുകൾ, അത് കൂട്ടാൻ പറ്റിയ ചെറിയ പാത്രങ്ങൾ ഒക്കെ അമ്മ ജാക്കയ്ക്ക് കൊടുത്തിട്ടാണ് മരിച്ചത്. ഗ്രാമത്തിൽ ആർക്കെങ്കിലും അസുഖം വരികയാണെങ്കിൽ ജാക്ക അവിടെ ചെന്ന് അവരെ ചികിത്സിക്കുമായിരുന്നു. അങ്ങനെ ചികിത്സിക്കുന്നതിന് അവൻ ഒരു പണം പോലും പ്രതിഫലം വാങ്ങുമായിരുന്നില്ല. തൻ്റെ അമ്മ തനിക്ക് കൈമാറിയ അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോഗിക്കുന്നതിൽ അവന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവനൊന്നിനോടും പരാതി ഉണ്ടായിരുന്നില്ല. അവനെ എല്ലാവരും സ്നേഹിച്ചു. അവനൊരു അനാഥനാണെന്ന് അവന് തോന്നാറേ ഉണ്ടായിരുന്നില്ല. അവൻ്റെ അയൽപക്കക്കാരും നാട്ടുകാരുമൊക്കെ അവനോട് എപ്പോഴും കരുണയോടെ പെരുമാറി. ജാക്കയ്ക്ക് ജാക്കയുടെ പോലെ തന്നെ സ്വഭാവമുള്ള നല്ലൊരു പെൺകുട്ടിയെ വധുവായി കിട്ടണേ എന്ന് നാട്ടിലെല്ലാവരും ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവൻ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള കാടിനടുത്ത് മരുന്നുണ്ടാക്കാൻ ആവശ്യമായ കുറച്ച് ചെടികൾ പറിക്കാൻ വേണ്ടി പോയി. അവിടെ ചെടികളൊക്കെ പറിച്ച് നടക്കുമ്പോൾ ആരോ തേങ്ങി കരയുന്ന ശബ്ദം കേട്ടു. ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജാക്ക നോക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നത് കണ്ടു. അവളുടെ ഉടുപ്പുകൾ ആകെ കീറി പറഞ്ഞിരുന്നു. ദേഹമാകെ അഴുക്ക് പുരണ്ടിരുന്നു. ആകെ കരി പിടിച്ച് ഒരു പെൺകുട്ടി. എന്നാലും അവളുടെ മുഖം കണ്ടാൽ അവൾ അതിസുന്ദരിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാമായിരുന്നു. ജാക്ക അവളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചു. ആദ്യമൊന്നും അവളൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് വിക്കി അവൾ പറഞ്ഞത് നഗരത്തിലൊരു വലിയ തീപിടുത്തമുണ്ടായെന്നും അവളുടെ വീട് കത്തിപ്പോയെന്നുമാണ്. വീട് മാത്രമല്ല, അവളുടെ ബന്ധുക്കളെല്ലാവരും മരിച്ചുപോയി. സഹായത്തിന് ആരുമില്ലാതെ അവൾ വീട്ടിൽ നിന്നിറങ്ങി നടന്നതാണ്. നടന്നിവിടെ എത്തി. എങ്ങോട്ട് പോകണം എന്നറിഞ്ഞുകൂടാ. ജാക്കയ്ക്ക് വലിയ വിഷമം തോന്നി. അവൻ അവളെ വിളിച്ച് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവൾക്ക് കുളിക്കാൻ അവൻ വെള്ളം കോരി കൊടുത്തു. അവൾ കുളിക്കുന്ന സമയം കൊണ്ട് അടുത്ത വീടുകളിൽ ചെന്ന് സ്ത്രീകളോട് പറഞ്ഞ് അവൾക്ക് മാറാൻ ആവശ്യമായ വസ്ത്രങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. അവൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളെ കാണാൻ അയൽപ്പക്കക്കാരെല്ലാവരും എത്തി. എല്ലാവരും അവളെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അത്രത്തോളം സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ ആ ഗ്രാമത്തിലാരും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. നീണ്ടിടതൂർന്ന മുടി മുട്ടോളം ഉണ്ടായിരുന്നു. വലിയ കണ്ണുകളും നീണ്ട മൂക്കും നല്ല മെലിഞ്ഞ കൈവിരലുകളും ഒക്കെയായിട്ട് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി. എന്തായാലും അവൾ ജാക്കയുടെ വീട്ടിൽ താമസമായി. ജാക്ക രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി അവൾക്ക് ഭക്ഷണത്തിന് വേണ്ട വക ഉണ്ടാക്കിക്കൊണ്ടുവരും. അവൾക്ക് ഭക്ഷണം വെച്ചുണ്ടാക്കാനൊന്നും അറിയുമായിരുന്നില്ല. അതെല്ലാം ജാക്കയാണ് ചെയ്തത്. കുറച്ചു കാലത്തിന് ശേഷം ജാക്ക അവളെ വിവാഹം കഴിച്ചു. അവരൊരുമിച്ച് വളരെ സ്വപ്നതുല്യമായ ഒരു ജീവിതം തുടങ്ങി. അവരുടെ വീടിന് ചുറ്റും ജാക്ക തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിച്ചു. അവൾ എന്താവശ്യപ്പെട്ടോ അതെല്ലാം ജാക്ക സംഘടിപ്പിച്ചു കൊടുത്തു. ജാക്കയുടെ ഭാര്യയുടെ പേര് സാനി എന്നായിരുന്നു. സാനിയെ ജാക്ക അതിരറ്റ് സ്നേഹിച്ചു. ആദ്യമൊക്കെ ജീവിതം വളരെ സന്തോഷമായിട്ട് പോയെങ്കിലും കുറച്ച് കഴിഞ്ഞതോടെ സാനി പരാതി പറഞ്ഞു തുടങ്ങി. അവൾക്ക് ഒന്നിനും തൃപ്തി വരുന്നില്ല. താൻ വളരെ വലിയ വീട്ടിൽ നിന്നാണ് വന്നത് എന്നും തൻ്റെ വീട്ടിൽ താൻ പട്ടുടുപ്പ് മാത്രമേ ധരിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നും താൻ വളരെ നല്ല ഭക്ഷണമാണ് കഴിച്ചിരുന്നതെന്നും തനിക്ക് ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും താൻ ഒരിക്കലും നടന്ന് യാത്ര ചെയ്തിട്ടില്ല എന്നും ഒക്കെ സാനി പറഞ്ഞു തുടങ്ങി. ജാക്ക ആദ്യമൊക്കെ ഇത് വെറും പറച്ചിലായിട്ടേ കരുതിയുള്ളെങ്കിലും പിന്നീട് അവന് മനസ്സിലായി ഇത് പരാതിയാണ്. അവൾക്ക് താൻ കൊടുക്കുന്നതൊന്നും തൃപ്തിയാകുന്നില്ല. പോകെ ജാക്ക ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലോ ജാക്ക നൽകുന്ന വസ്ത്രങ്ങളിലോ ഒന്നും സാനിക്ക് ഒരു താല്പര്യവുമില്ലാതായി. അവളെ ദേഷ്യപ്പെട്ടു തുടങ്ങി. തനിക്കൊരിക്കലും യോജിച്ച ഒരു ജീവിതമല്ല കിട്ടിയതെന്നും താൻ ഇതിനേക്കാൾ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്നും സാനി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ജാക്കയ്ക്ക് ഇത് കേട്ട് വലിയ വിഷമമായി. തനിക്ക് ഒരു തരി പോലും പൊന്നില്ല എന്നും തനിക്ക് ഒരു പട്ടുവസ്ത്രം പോലും ഇല്ല എന്നും ഒക്കെ സാനി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ മുഖം എപ്പോഴും വാടിയിരുന്നു.
കണ്ണുകൾ എപ്പോഴും നിറഞ്ഞിരുന്നു. ജാക്കയ്ക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു പിടിയുമില്ല. സാനിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. സാധാരണ ചെയ്യുന്നതിൽ ഇരട്ടി ജോലി ചെയ്തു. സാധാരണ കൊണ്ടുവരുന്നതിൽ ഇരട്ടി പണം വീട്ടിൽ കൊണ്ടുവന്നു. സാധാരണ ഉണ്ടാക്കുന്നതിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. സാധാരണ വാങ്ങുന്നതിൽ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. പക്ഷേ സാനിക്കൊരു തൃപ്തിയുമില്ല. ഒരിക്കൽ സാനിയും ജാക്കയും കൂടി സന്ധ്യയ്ക്ക് നദീതീരത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പോൾ സാനി നദിയുടെ കരയിൽ ചെന്ന് തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിൽക്കുന്നത് ജാക്ക കണ്ടു. തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി സാനി കരയുകയായിരുന്നു. അവൾ പറഞ്ഞു, എത്ര സുന്ദരിയായിരുന്നു ഞാൻ, എത്ര നല്ല വസ്ത്രങ്ങളായിരുന്നു ഞാൻ ധരിച്ചിരുന്നത്. എനിക്കിതിനേക്കാൾ മഹത്തരമായ, ഇതിനേക്കാൾ സമ്പന്നമായ ഒരു ജീവിതം കിട്ടിയേനെ. ഞാൻ എന്തിനാണ് ഈ ഗ്രാമത്തിലേക്ക് തന്നെ വന്നത്? ജാക്കയ്ക്ക് ഇത് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. ജാക്ക ഒന്നും മിണ്ടിയില്ല. പിറ്റേന്ന് സാനി വഴക്ക് തുടങ്ങിയത് തനിക്ക് ഒരു സ്വർണ്ണമാല വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. ജാക്കയ്ക്ക് സ്വർണ്ണമാല വാങ്ങാനുള്ള പണമൊന്നും ഉണ്ടായിരുന്നില്ല. അവന് പിതൃസ്വത്തായിട്ട് കിട്ടിയ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമി അവൻ വിറ്റു. എന്നിട്ട് ഒരു സ്വർണ്ണമാല വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ ചെന്നപ്പോൾ കയ്യിലുള്ള പണം തികയുകയില്ല. അവൻ വീട്ടിൽ ചെന്ന് ഇനി എന്താണ് വിൽക്കാനുള്ളത് എന്ന് നോക്കുമ്പോൾ മരുന്നുണ്ടാക്കാൻ ആവശ്യമായ പാത്രങ്ങളും കല്ലും ഒക്കെ ഇരിക്കുന്നത് കണ്ടു. മറ്റൊരു മാർഗവുമില്ലാതെ ആ പാത്രങ്ങളും ഉരകല്ലും ഒക്കെ കൊണ്ടുപോയി വിറ്റിട്ട് ബാക്കി പണവും കൂടി സംഘടിപ്പിച്ച് ജാക്ക ഒരു സ്വർണ്ണമാല വാങ്ങി സാനിക്ക് കൊണ്ടുപോയി കൊടുത്തു. മാല കിട്ടിയിട്ടും സാനിയുടെ മുഖം തെളിഞ്ഞൊന്നുമില്ല. പക്ഷെ എന്നാലും അവളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണമല്ലോ എന്ന് കരുതി ജാക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലൊരു പകർച്ചവ്യാധി പിടിപെട്ടു. പ്രത്യേകിച്ചും വൃദ്ധന്മാർക്കും കുട്ടികൾക്കുമാണ് ഈ രോഗം ബാധിച്ചത്. എല്ലാവരും പനി പിടിച്ച് കിടപ്പിലായി. എന്തൊക്കെ മരുന്ന് ചെയ്തിട്ടും ആരുടെയും പനി മാറുന്നില്ല. പലർക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതായി. മുമ്പൊക്കെ ഇങ്ങനെയുള്ള പനി വരുമ്പോൾ ജാക്കയായിരുന്നു ആൾക്കാരെ ചികിത്സിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാക്കയെ അന്വേഷിച്ചു വന്നു. ജാക്കയ്ക്കാണെങ്കിൽ മരുന്നരയ്ക്കാനുള്ള കല്ലില്ല, കൂട്ടാനുള്ള പാത്രങ്ങളില്ല. സാധാരണ പാത്രങ്ങളിൽ കൂട്ടി സാധാരണ കല്ലിൽ അരച്ചാൽ ജാക്കയുടെ മരുന്ന് ഫലിക്കുമായിരുന്നില്ല. അതിന് പ്രത്യേക തരത്തിലുള്ള പാത്രങ്ങളും കല്ലും ഒക്കെ വേണമായിരുന്നു. ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ജാക്കയ്ക്ക് വെറുതെ ഇരിക്കാനായില്ല. അവൻ സാനിയോട് ചെന്ന് പറഞ്ഞു, നിൻ്റെ മാലയിലെ ഒരു മണി എനിക്ക് തരണം. ഞാനത് കൊണ്ടുപോയി വിറ്റിട്ട് മരുന്നുണ്ടാക്കാനുള്ള കല്ലും പാത്രങ്ങളും ഒക്കെ വാങ്ങട്ടെ. എല്ലാവരും കഷ്ടപ്പെടുകയാണ്. എൻ്റെ മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ കുറേ പേരെങ്കിലും രക്ഷപ്പെട്ടേനെ. സാനിക്ക് ദേഷ്യം വന്നു. സാനി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ വന്നിട്ട് ആകെപ്പാടെ ഭംഗിയുള്ളൊരു കാര്യം കിട്ടിയത് ഈ മാലയാണ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരേ ഒരു കാര്യം ഈ മാലയാണ്. ഇത് ഞാൻ ആർക്കും കൊടുക്കുകയില്ല. ഇതും പറഞ്ഞുകൊണ്ട് സാനി മുറിയിൽ കയറി വാതിലടച്ചു. ജാക്കയ്ക്ക് വലിയ സങ്കടവും ദേഷ്യവും വന്നു. ജാക്ക വാതിലിൽ ചെന്ന് ഉറക്കം മുട്ടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് സമ്മതിക്കുകയില്ല. നീ എനിക്ക് ആ മാലയിൽ ഒരു മണി തന്നേ തീരൂ. ജനങ്ങൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. സാനി വാതിൽ തുറന്നില്ല. സാനി അകത്തിരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യാതൊരു കാരണവശാലും ഞാൻ ഈ വാതിൽ തുറക്കുകയില്ല, നിങ്ങൾക്ക് മാലയും തരികയില്ല. ഈ സമയത്ത് അവരുടെ വീടിൻ്റെ മുൻവാതിലൊരു മുട്ട് കേട്ടു. സങ്കടത്തോടെ ജാക്ക ചെന്ന് വാതിൽ തുറന്നു. തുറന്നു നോക്കുമ്പോൾ വളരെ വൃദ്ധയായ ഒരു സ്ത്രീയാണ്. തണുപ്പത്ത് കൂനിക്കൂടി വിറച്ചു നിൽക്കുന്നു. നന്നായിട്ട് പനിക്കുന്നുമുണ്ട്. ജാക്ക അവരെ അകത്തേക്ക് വിളിച്ചു. നെരിപ്പോടിൽ തീ കൂട്ടി അവരെ അതിനടുത്ത് കൊണ്ടുപോയി ഇരുത്തി. നല്ല ഒരു കമ്പിളി പുതപ്പ് എടുത്തുകൊണ്ട് വന്ന് പുതപ്പിച്ചു. കുറച്ച് ഭക്ഷണമുണ്ടാക്കി ചൂടോടെ അവർക്ക് കൊടുത്തു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുറിക്കുള്ളിൽ ഇരിക്കുകയായിരുന്ന സാനി ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വൃത്തികെട്ട വൃദ്ധയെ അകത്ത് കയറ്റി എന്തിനാണ്? അവർക്ക് പനിയുണ്ട്. ആ പനി എനിക്കും കൂടി വരികയില്ലേ? അവരെ ഉടൻ തന്നെ പുറത്തേക്ക് പറഞ്ഞു വിടൂ. സാക്കി പറഞ്ഞു, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇവരെ പുറത്തേക്ക് പറഞ്ഞു വിടുകയില്ല. അവർ അവശയാണ്, ക്ഷീണിതയാണ്. ഈ സമയത്ത് അവരെ പുറത്തേക്ക് വിടാൻ പറ്റില്ല. സാനി ദേഷ്യപ്പെട്ട് ഉറക്കെ ആ വൃദ്ധയെ വഴക്ക് പറയാൻ തുടങ്ങി. പെട്ടെന്ന് ആ വൃദ്ധ ആ പുതപ്പ് മാറ്റി. എന്നിട്ട് സാനിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അവരുടെ ദേഹം മുഴുവൻ പച്ച നിറമാകുന്നത് സാനി കണ്ടു. പച്ച നിറത്തിലെ ഒരു തിളക്കം അവരുടെ ദേഹം മുഴുവൻ വ്യാപിച്ചിട്ട് അവർ പെട്ടെന്ന് അപ്രത്യക്ഷയായി. സാനിയും ജാക്കയും ഇത് കണ്ട് പേടിച്ചു പോയി. സാനി ഉടൻ തന്നെ തൻ്റെ മുറിയിൽ കയറി വാതിലടയ്ക്കുകയും ജാക്ക വിഷമത്തോടെ അവിടെ തന്നെ ഉറങ്ങാൻ കിടക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ സാനി ഉറക്കമുണർന്നു.
ഉറക്കമുണർന്നാൽ ആദ്യം സാനി ചെയ്യുന്നത് പുറത്ത് നദിയിൽ പോയി തൻ്റെ പ്രതിബിംബം നോക്കുകയാണ്. നദിയിലെ പ്രതിബിംബത്തിൽ തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്നത് അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ അന്ന് നദിയിലെ തൻ്റെ പ്രതിബിംബം നോക്കിയ സാനി ഞെട്ടിത്തരിച്ചുപോയി. അവളുടെ മുഖമാകെ ചുക്കിച്ചുളുങ്ങിയിരിക്കുന്നു. അവളുടെ മാലയുടെ നിറം മങ്ങി അത് കറുത്തു പോയിരിക്കുന്നു. അവളുടെ വിരലുകളൊക്കെ ആകപ്പാടെ വികൃതമായിരിക്കുന്നു. തൻ്റെ പ്രതിബിംബം അധിക നേരം കാണാൻ താണിയില്ലാതെ അവളെ കാട്ടിലേക്ക് ഓടി. ജാക്ക പിന്നാലെ ചെന്നു. ജാക്ക വിളിച്ചു പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞാൻ നിന്നെ ചികിത്സിച്ചോളാം. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി നീ വിഷമിക്കുകയേ വേണ്ട. പക്ഷേ ഇതൊന്നും കേൾക്കാൻ സാനി തയ്യാറായില്ല. അവൾ കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോയി. ഓടി പോകുന്നതനുസരിച്ച് അവളുടെ 2 കൈയിൽ നിന്നും തൂവലുകൾ മുളച്ചു വന്നു. അവളുടെ മൂക്ക് നീണ്ട ഒരു കൊക്കായിട്ട് മാറി. അവളുടെ കണ്ണുകൾ ഉരുണ്ടു വന്നു. അവൾ ആകാശത്തേക്ക് പറന്നു പൊങ്ങി. അവൾ ഒരു മൂങ്ങയായിട്ട് മാറി. ദുഃഖത്തോടെ ഹൂ ഹൂ എന്ന് കരഞ്ഞുകൊണ്ട് അവൾ ഇലച്ചാർത്തുകൾക്കിടയിൽ മറഞ്ഞു. ജാക്ക അവളെ അവിടെയൊക്കെ അന്വേഷിച്ചെങ്കിലും പിന്നീട് കണ്ടതേയില്ല. താൻ നഷ്ടപ്പെടുത്തിയ തൻ്റെ മനോഹരമായ ജീവിതത്തെപ്പറ്റി അപ്പോഴാണ് സാനിക്ക് ബോധ്യമായത്. അവൾക്ക് കുറ്റബോധം തോന്നി. ഒരിക്കലും മനുഷ്യരുടെ മുന്നിൽ വരാനേ അവൾ ഇഷ്ടപ്പെട്ടില്ല. രാത്രിയിൽ അവൾ ആരും അറിയാതെ ജാക്കയുടെ വീടിനടുത്ത് വരും. ആ വീട്ടിലേക്ക് നോക്കി താൻ അവിടെ ജീവിച്ച മനോഹരമായ ജീവിതത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കും. നേരം വെളുത്താൽ ആരും കാണാതെ അവൾ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഭൂമിയിൽ മൂങ്ങകൾ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.